അധ്വാനിക്കാനും കഷ്ടപ്പെടാനും വയ്യ, പണം ഉണ്ടാക്കുകയും വേണം. ജീവിതം അടിച്ചു പൊളിക്കുക, ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. ഒന്നു രക്ഷപ്പെടാൻ പല മാർഗങ്ങളും നോക്കുന്നവരും ഉണ്ട്. ഇവരും രക്ഷപ്പെടാൻ നടക്കുന്നവരാണ്. കാത്തിരുന്നു കാണാം. വിചാരിച്ചാലൊക്കെ നടക്കും. ചായ കുടിക്കാൻ ചേച്ചി 2 ചായ. ഒരു ചായ 10 രൂപ. നോക്കട്ടെ, ഇങ്ങനെ ജിമ്മടിച്ചിരുന്നാ മതിയാ, എന്തെങ്കിലും കഴിക്കണ്ടേ? ജിമ്മ് ഇവിടൊക്കെ കിടന്ന് കാണിക്കണോട്ട് നീ കാണിച്ചിട്ടൊരു കാര്യമില്ല. ഭക്ഷണം കഴിക്കണ്ടേ? ഉണ്ടോ ദുഡ് വല്ലതും ഉണ്ടാ? എന്റെ കാശിനാ, എന്റെ അടുത്ത് കാശൊന്നുമില്ല, എന്റെ ഒന്നുമില്ല. പണിക്ക് പോണം നമ്മളാ. നല്ല വിറ്റാമിൻ ഇതൊക്കെ ഉള്ള ഭക്ഷണം കഴിക്കണം. അതിന് കാശുണ്ടാ? പൊറോട്ട ഇറച്ചിയൊക്കെ കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെ കാണിക്കാൻ നല്ലതുണ്ടാ കാശ്? കാശിന് പണിക്ക് പോണം. എന്റെ എവിടെ നിന്നാണ് കാശ്? കാശിന് പണിക്ക് തന്നെ പോണം. അപ്പൊ കാശൊന്നുമില്ലേ? എന്റെ അടുത്ത് എവിടെ നിന്നാണ് കാശ്? ഈ ജോലിയും പണിയില്ലാത്ത ഞാൻ എവിടെ നിന്നാണ് കാശ്? നീ എവിടെ എന്തെങ്കിലും കാശ് ഒപ്പിക്കലുണ്ട്? എന്റെ അടുത്ത് കാശൊന്നുമില്ല. അപ്പൊ എന്റെ അടുത്തുമില്ല, നിന്റെ അടുത്തുമില്ല. അപ്പൊ പിന്നെ വേറൊരു വഴിയുണ്ട്. എന്ത് വഴിയാണ്? നമുക്ക് പലിശ ചാണ്ടിനോട് ചോദിക്കാം. ബാ. നമ്മുടെ ജീവിതമൊക്കെ ആകെ പ്രതിസന്ധിയിലായി. പൈസക്ക് ഇപ്പൊ എന്ത് ചെയ്യും? വാ, നമുക്ക് വഴിയുണ്ടാക്കാം, എന്തെങ്കിലും ചെയ്യാം. ഇത് ചാക്കോണല്ല, ശല്യായിപ്പോയല്ല. ആ ചാണ്ടി സാറ്, ഞാനാണ്. പൈസ വേണമായിരുന്നല്ല ചാണ്ടി സാറ്. പൈസ ഒന്നുമില്ല ചാക്കോ, പൈസ ഒന്നുമില്ല. കുറച്ച് പൈസ വേണമായിരുന്നല്ല, ഒരു 50,000 രൂപ മതി. പൈസ ഒന്നുമില്ല, അതങ്ങനെ എന്താവൂലേ? എന്തിനാണ് ചാണ്ടി സാറ്? വളരെ അത്യാവശ്യം, പണിയൊന്നുമില്ല, കുറെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക്. എന്നൊരു 10 തരുമോ പ്ലീസ്? കാല് പിടിക്കാം. എന്തിനാണ് ചാണ്ടി സാറ്? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പൈസ എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ? 50 കുറച്ച് പൈസയെങ്കിലും തരട്ടെ സാറ്, അത്യാവശ്യമാണ്. ഒരു 10 തരുമോ? എന്തിനാണ്? കറക്റ്റ് അടക്കാൻ ഞങ്ങൾ എല്ലാ ആഴ്ചയും കറക്റ്റ് തന്നേക്കാം. അതിന്റെ അടവ് എന്റെ കയ്യിലൊരു 10,000 രൂപ ഇരിപ്പുണ്ട്. അത് ഞാൻ ഇന്ന് വൈകുന്നേരം തരും. തന്നു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം എനിക്ക് ആ 10,000, ആ 10,000ന്റെ 1000 രൂപ പലിശയും കൂടി തന്നെ. അത് തരാൻ ആയിട്ട് മടിഞ്ഞു കഴിഞ്ഞാല് എന്റെ സ്വഭാവം അറിയാലോ ചാക്കോന്. ഞാൻ വെറുതെ ഇരിക്കില്ല. പെട്ടെന്ന് റെഡിയാക്കി എനിക്ക് തരണം.
ഓക്കെ? തരുമോ 10? അത് മതി. ഞാൻ ഇപ്പൊ തന്നെ വരട്ടെ, ഞാനും കൂട്ടുകാരനും കൂടി പള്ളിയുടെ അവിടെ വരാം. സാർ അവിടെ വന്നാ മതി. ഓക്കെ ഏട്ടാ, താങ്ക് യു. കോപ്പെടുക്കും. ചാണ്ടിയുടെ അമ്മ പറ്റിച്ച് ചാണ്ടിയുടെ പൈസ പോയി 10,000 രൂപ പോയി. ഇതും കൊണ്ട് നമുക്കൊരു കളി കളിക്കടാ മോനെ. വാ. പോലീസക്കാരൻ ചാണ്ടറ കാർ അവിടെ കിടപ്പുണ്ട് കേട്ടോ. 10,000 മേടിച്ചിട്ട് നമുക്ക് മുങ്ങണം. എനിക്കൊരു 1000 രൂപ തന്നെ ഷർട്ട് എടുക്കാനൊക്കെ. എനിക്കതുകൊണ്ട് ടൂറ് പോണം, ഒരു ഊട്ടി വരെ പോകണം. എനിക്കൊരു ബിരിയാണി കഴിക്കണ്ടത്. പിന്നെ എങ്ങനെയെങ്കിലും പറ്റിച്ചെടുക്കണം എന്റെ കാശ്. തരണം. അത്യാവശ്യമായിട്ടാണ്. ചാണ്ടി മുതലാളി ഞങ്ങളുടെ മുത്തല്ല, 10,000 രൂപ ഞങ്ങൾക്ക് താ. ഞങ്ങൾക്കൊന്ന് 2 പേർക്കും പോയി രക്ഷപ്പെടാന്. നിങ്ങളുടെയൊക്കെ സ്വഭാവം എനിക്കറിയാം. നിങ്ങളുടെ കരച്ചിൽ കണ്ടിട്ടല്ല ഞാനിപ്പോ തീരുമാനിച്ചേക്കണം ഈ പൈസ തരാനായിട്ട്. അപ്പൊ ഞാൻ 10,000 രൂപ നിങ്ങൾക്ക് തന്നേക്കാം. ഇതിന്റെ പലിശ മുതലും കൂടി എനിക്ക് ഇങ്ങനെ തന്നേക്കണം. അത്ര മനസ്സിലായ? അല്ലെങ്കിൽ എന്റെ സ്വഭാവം വെറുതെ മാറ്റരുത് കേട്ടാ. നിങ്ങൾ ഒന്ന് മാറിയെന്ന്. കാശ് എന്റെ അടുത്തുണ്ട്, എന്റെ ബാഗിൽ ഇരിപ്പുണ്ട്. ഞാനേ അവിടെ ഇറങ്ങി വരെയാണ്. എന്നെയൊക്കെ ഒന്നും വേണ്ട, കറക്റ്റ് ആയിരിക്കുള്ളൂ. എല്ലാരും പറ്റിക്കണ ചാണ്ടിനെ നമ്മ പറ്റിച്ച് ഒരു കുപ്പി മേടിക്കണം, ബിരിയാണി കഴിക്കണം. വാങ്ങിച്ചാലേ നമുക്ക് ഇന്നേലും നാട് കൊടുക്കണം. ഈ നാട്ടിൽ നിന്ന് നമുക്ക് പോകണം. ആരെങ്കിലും നോക്കിക്കോളൂ. കുപ്പിയും സാധനങ്ങളും മേടിച്ച് 10,000 ബാക്കി പൈസയാണത്. നമ്മ ഇതും കൊണ്ടൊന്നും നാട് വിടും. അടിക്കടാ വെള്ളം അടി ഒഴിക്കണ്ട. അങ്ങോട്ട് അടിക്കടാ. ചാണ്ടിക്ക് നമ്മളെ ബഹുമാനിക്കാത്ത എല്ലാവർക്കും ഇരിക്കട്ടെ. വെള്ളം വേണ്ടേ? എനിക്ക് കുറച്ച് വെള്ളം മതി. ശരി കഴിക്കടാ. എനിക്ക് വെള്ളം കുറച്ച്. പൂത്തുലഞ്ഞു ചാണ്ടിനെ നമ്മ പറ്റിച്ചേ. ചാണ്ടിയുടെ 10,000 സ്വാഹ. അടിയടാ നീ ഞാൻ കറി. നമുക്ക് ഇനി ലാഭിഷണ്ട മേടിക്കണം. അടിയടാ തകർക്കട. ഈ കാശും കൊണ്ട് രക്ഷപ്പെടാൻ പോയണം. ഈ കാശും കൊണ്ട് ഇന്ന് പോവും. നമ്മ ഇതുകൊണ്ട് ബിസിനസ് ചെയ്ത് കോടീശ്വരന്മാരാവും. ഇന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് മുങ്ങണം. ലാവിഷായിട്ട് നമുക്ക് ജീവിക്കണം. ഈ രാജ്യത്തെ കോടീശ്വരന്മാര് നമ്മയാവും. ഒഴിക്കണം അങ്ങട്. കെട്ടിയ ആളാണല്ലോ വിളിക്കണത്. ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്തിന്? ഞങ്ങളൊന്നുമില്ല, പലിശക്ക് മേടിച്ചിട്ടുണ്ട്. ഞങ്ങളാ? ഞങ്ങളൊന്നുമല്ല. പിന്നെ ഞങ്ങൾ പലിശക്ക് മേടിച്ചാണ് പറഞ്ഞ. ഞങ്ങളായിട്ട് ഒരിടപാടുമില്ല. പോലീസ് എന്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കണത്? ഞങ്ങളാ? ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങൾ കുറച്ച് പലിശക്ക് പൈസ അയച്ചിട്ടുള്ള ആളോട്. എന്റെ ഭാര്യ മേരിയാണ് ഇപ്പൊ വിളിച്ചത്. എടാ പലിശ ചാണ്ടി തന്ന കള്ളനോട്ടാടാ ഫുള്ള്. പലിശ ചാണ്ടിനെ പോലീസ് പിടിച്ചടാ. ചാണ്ടി നമ്മളെ ചതിച്ചടാ. എടാ വീട് മുഴുവനും പോലീസാടാ. പലിശ ചാണ്ടിനെ പോലീസ് പിടിച്ച് നമ്മളെ പോലീസ് ലോകം മുഴുവൻ അന്വേഷിച്ച് കിടക്കടാ. നമ്മുടെ വീട്ടിൽ നിറച്ച് പോലീസാടാ.
ഇനി എന്ത് ചെയ്യും? സ്വപ്നങ്ങളൊക്കെ പോയല്ലോ ദൈവമേ. ഇതും കൂടി അടിച്ചിട്ട് കിടക്ക. രാജപ്പ, ജയിലിൽ ഇതൊക്കെ വല്ലതും കിട്ടോടാ? ആർക്കറിയാം, നല്ല ഇടി കിട്ടുമെന്ന് എനിക്കറിയാം.